الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിംകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഒട്ടനവധി അപ്രതീക്ഷിത വിജയങ്ങളുടെ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യങ്ങളുടെ ഒരു വർഷം നമ്മളിൽ നിന്ന് പിന്നിട്ട് കഴിയുകയാണ്. മുഹറം അഥവാ ഒരു പുതുവർഷം ഇസ്ലാമിക കാലഗണനയനുസരിച്ച് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നർത്ഥം. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൻ്റെ പര്യവസാനം മുസ്ലിം ലോകത്തിൻ്റെ വലിയ സാക്ഷ്യം വഹിച്ച അറഫയും അതിതീവ്രവും തീഷ്ണവുമായ മനസ്സുകളുടെ ഒത്തുചേരലും ഹജ്ജിൻ്റെ മറ്റ് എല്ലാ അമലുകളുടെയും കൂടിച്ചേരലുകളിലൂടെയും ഒരു വർഷം അവസാനിക്കുകയാണ്. പിന്നീട് തുടങ്ങുന്നത് മുഹറമിലാണ്. അങ്ങനെ മുഹറമിൽ ആരംഭിക്കുന്നതിന് ലോകത്ത് എല്ലാ ജനവിഭാഗവും മനുഷ്യവംശവും കാലഗണനയിൽ അതിനനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരാണ്, പദ്ധതികൾ ആവിഷ്കരിക്കുന്നവരാണ്, ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ അതൊരു ടൈം ടേബിളാക്കി മാറ്റി കർത്തവ്യനിരതയോടെ പ്രവർത്തിക്കുന്നവരുമാണ് സാധാരണ മനുഷ്യരെല്ലാം. മുസ്ലിംകളെ സംബന്ധിച്ച് അവരുടെ കാലഗണന ഏതെങ്കിലും ഒരു ഋതുഭേദുക്കളോട് ബന്ധിതമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി കിഴിച്ചോ ഉണ്ടാക്കുന്നതല്ല.
മറിച്ച് മുസ്ലിം ലോകം അതിൻ്റെ കാലഗണന പരിഗണിക്കുന്നത് ലോകത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലം വരെ അതിമഹത്തായ ഒരു ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. അതാണ് ഹിജ്റ. അപ്പൊ ഹിജ്റയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പുതുജീവിതം തുടങ്ങുന്നു. ഹജ്ജിലൂടെ ആ ഒരു വർഷം അവസാനിക്കുന്നു. ഇതിനിടയിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരിക. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, സക്കാത്ത്, മറ്റ് സാമൂഹിക ജീവിത ഇടപാടുകളെല്ലാം നിർണയിക്കുന്നത് ഈ കാലഗണനയനുസരിച്ചാണ്. അത് പ്രവാചകനുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലും റബീഉൽ ആഖിറും വരുന്നു. മിഅ്റാജുമായി ബന്ധപ്പെട്ട് അത് ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. ഇസ്റാഉം മിഅ്റാജും. റജബ് വരുന്നു. പിന്നെ റമളാനിൻ്റെ തൊട്ടു മുൻപും ശേഷവുമുള്ള 2 മാസം അത് ഷഅബാനും റമളാനും ഷവ്വാലുമാണ്. പിന്നെ ഏറ്റവും മഹത്തായ ഒരു അമലിന് വേണ്ടി ദുൽഖഅദയും ദുൽഹിജ്ജയും പരിഗണിക്കപ്പെടുന്നു. ഇങ്ങനെ അമലുകൾ കൊണ്ടാണ്, സവിശേഷ ഇബാദത്തുകൾ കൊണ്ടാണ് ഇസ്ലാമിൻ്റെ കാലഗണന. അപ്പൊ അതിൽ ഒരു പുതുവർഷമാണ് യഥാർത്ഥത്തിൽ മുഹറം. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. എക്കാലത്തേക്കും ഉൾക്കൊള്ളുന്ന 2 വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ അവസാനത്തെ വാക്ക്. അപ്പൊ സൂറത്തുൽ ഹിജ്റിലെ ഈ വാക്ക്, നിന്റെ റബ്ബ് സത്യം, ലനസ്അലന്നഹും അജ്മഈൻ, അവർ എല്ലാവരെയും ചോദ്യത്തിന് വിധേയമാക്കും. അപ്പൊ മനുഷ്യകുലത്തെ ഒന്നടങ്കം ചോദ്യം, ഒരു വിചാരണയ്ക്ക് കൊണ്ടുവരും. ആ വിചാരണ അവരോട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു പോന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവർ ചെയ്ത പ്രവർത്തികളെക്കുറിച്ച്, അവർ നിർവഹിച്ച അമലുകളെക്കുറിച്ച്. അങ്ങനെ ഒരു വിചാരണ മുഴുവൻ മനുഷ്യരും നേരിടേണ്ടി വരുന്നു എന്ന് അള്ളാഹു വിളംബരം ചെയ്തതാണ് സൂറ അൽ ഹിജ്ർ. വിശുദ്ധ ഖുർആനിലെ ഒരു മനുഷ്യനുമായി ഓരോരുത്തരും പ്രതിപാദിക്കപ്പെട്ട ഒരു വചനം ഖുർആനിന്റെ അവസാനത്തെ ആയത്താണ്. അപ്പൊ അതിൽ അള്ളാഹുവിൻ്റെ റസൂലും നബിയുടെ ഉമ്മത്തുകളിൽ എക്കാലത്തും ജീവിച്ചവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഓരോരുത്തരെയും പ്രതിപാദിക്കുന്നു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ ആ ഒരു ദിവസത്തെ സൂക്ഷിക്കുക, കരുതുക, അതിനു വേണ്ടി തയ്യാറെടുക്കുക. ആ ദിവസമാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പര്യവസാനത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് ജീവിതത്തെ ശിഷ്ടവൽക്കരിക്കണമെന്നുള്ള ഒരു വലിയ ഉപദേശമാണ് ആയത്ത് നൽകുന്നത്. ഹാഫിദ് ഇമാം സുയൂത്തി അലൈഹിർ റഹ്മ ഖുർആനിൽ അവസാനം അവതരിച്ച വചനം എന്ന നിലയിലാണ് അദ്ദേഹം ഈ ആയത്ത് അടയാളപ്പെടുത്തിയത്. ആദ്യത്തേതെല്ലാവർക്കും അറിയാം. അപ്പൊ അവസാനത്തെ വാക്ക് ഓരോരുത്തരെയും പിടിച്ചു നിർത്തിയിട്ട് അവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും കരുതേണ്ടതും സൂക്ഷിക്കേണ്ടതും എല്ലാം നിങ്ങളുടെ തന്നെ പര്യവസാനത്തെ കുറിച്ചാണ്. അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആരംഭിക്കുന്നത് വേറൊരു ജീവിതവും ലോകവുമാണ്.
ആ ലോകത്തെക്കുറിച്ച് അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനില് രണ്ട് കാര്യങ്ങളാണ് എല്ലാവരും ഒരുപോലെ കർമ്മത്തിൽ പങ്കാളികളാകുന്നവർക്ക് തുല്യ പ്രതിഫലം വാഗ്ദത്തം ചെയ്ത, ഏറ്റക്കുറച്ചിലില്ലാത്ത, എല്ലാവരെയും ആ സൽക്കർമ്മങ്ങളുടെ പേരിൽ പരിഗണിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വിളംബരം. അത് സൂറത്ത് ആലു ഇമ്രാനിലാണ്. അവിടെ അള്ളാഹു അറിയിച്ചപ്പോൾ ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉളീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ ബഅ്ലുക്കും മിൻ ബഅ്ൽ ഫല്ലദീന ഹാജറു എന്നു തുടങ്ങുന്ന വചനം. അള്ളാഹുവിൻ്റെ അറിയിപ്പ്. പടച്ചവൻ എക്കാലവും മനുഷ്യ കുലത്തിൻ്റെ മുൻപിൽ അറിയിച്ചിട്ടുള്ള മഹത്തായ അറിയിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവർ നിർവഹിക്കുന്ന അമലുകളുടെ ഫലം നഷ്ടപ്പെടുത്തുകയില്ല. അങ്ങനെ ഇരുവിഭാഗത്തിനും അവരുടെ കർമ്മഫലം നഷ്ടപ്പെടുത്താതിരിക്കാൻ കാരണം അവർ അവരിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. ബഅ്ലുക്കും മിൻ ബഅ്ൽ, അഥവാ രണ്ട് അംശങ്ങളാണ് സ്ത്രീയും പുരുഷനും. അതുകൊണ്ട് അതിൽ ഏത് അംശമാണോ ഈ കർമ്മത്തിൽ നിരതമായത് അതിന് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. മറുഭാഗത്താണെങ്കിൽ അവർക്കും അതേ പ്രതിഫലമാണുള്ളത്. എന്നിട്ട് അള്ളാഹു അറിയിച്ചത് ഹിജ്റ പോയവർ. അപ്പൊ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു ത്യാഗനിർഭര ജീവിതത്തിൻ്റെ സന്നദ്ധതയുടെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ. പരിത്യജിക്കുക, ഒഴിവാക്കുക, പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടലല്ല, അവരുടെ കുടുംബങ്ങളെ ഒഴിവാക്കി, സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒഴിവാക്കി. ഇത് തലമുറകളായി ജീവിച്ചു പോന്ന ആളുകളിൽ ഈ വിശ്വാസം മാത്രം പ്രത്യേകമായി അവലംബിച്ചതിൻ്റെ പേരിൽ തുടർന്ന് നിൽക്കൽ പ്രയാസമായപ്പോഴും ദുസ്സഹമായപ്പോഴുമാണ് എല്ലാം വിട്ടൊഴിഞ്ഞിട്ട് പോകാൻ അവർ തീരുമാനിച്ചത്. അത്തരം തീരുമാനം വലിയ ഒരു പ്രതിജ്ഞയുടെ നിറവേറ്റലാണ് എന്നതുകൊണ്ടാണ് ഇസ്ലാം ഹിജ്റയെ ആദ്യമായി പരിഗണിക്കാൻ കാരണം. ഇതൊരു വലിയ പ്രതിജ്ഞയാണ്. ഷഹാദത്ത് അംഗീകരിച്ച ഒരാള് അതിനു വേണ്ടി ഇനി ജീവിക്കുന്നു എന്നാണ് ആ പ്രതിജ്ഞ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അംഗീകരിച്ച ഒരാള് അത് നിലനിൽക്കാൻ വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയുടെ പ്രഖ്യാപനം. എന്ത് മർദ്ദനമായാലും എന്ത് കഷ്ടതയായാലും ഏത് തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളാണെങ്കിലും അതൊക്കെ നിസ്സാരമാണ്. കാരണം ഏറ്റവും ഔന്നത്യവും ഉന്നതിയും ഉള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലിയകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ. അള്ളാഹുവിൻ്റെ വചനം അതാണ് ഔന്നത്യത്തിൽ എത്തിച്ചേർന്നത്. അതിനു വേണ്ടിയാണ് ഈ പ്രഖ്യാപനം. അതുകൊണ്ടാണ് ഫല്ലദീന ഹാജറു, ഹിജ്റ പുറപ്പെട്ട സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള വിശ്വാസികൾ, രണ്ടുപേരുടെയും ഭാഗത്തുനിന്നുണ്ടായ ത്യാഗം ഒരേപോലെ പരിഗണിക്കുന്നു. ഹിജ്റ എല്ലാം ഇവിടെ ഒഴിവാക്കുകയാണ്. മക്കത്ത് ഇസ്ലാമിൻ്റെ പ്രഭവ കേന്ദ്രം അഥവാ റസൂലുള്ളയുടെ പ്രബോധനം തുടങ്ങുന്ന ഇടം മക്കയാണ്. അവിടെയാണ് ഏതാണ്ട് ഖുർആനിലെ ഒട്ടുമിക്ക സൂറകളും അവതരിച്ചത്. അവിടെയാണ്. ആകെ 114 അധ്യായങ്ങളിൽ 87 അവതരിച്ച് പൂർത്തീകരിക്കപ്പെട്ട സ്ഥലം മക്കയാണ്. ബാക്കി 27 അധ്യായങ്ങൾ, അത് വലുതുണ്ട് ചെറുതുണ്ട്, അത് മാത്രമാണ് മദീനയിൽ അവതരിച്ചത്.
അപ്പൊ ഖുർആനിന്റെ 2/3 അവതരിച്ചു കഴിഞ്ഞത് ഇവിടെയാണ്. അതിൽ ഒരു സവിശേഷതയുള്ളത്, വീണ്ടും വീണ്ടും അവരെ വിശ്വാസത്തിന്റെ ദൃഢത അവരിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ, അതുവഴി അവർക്കുണ്ടാകുന്ന പാരത്രിക ജീവിത വിജയത്തെ മുൻപിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ സൂറകളിലെല്ലാം പ്രതിപാദനം നടത്തിയത്. അപ്പൊ കലിമത്തു ഷഹാദയാണ് ഏറ്റവും വലുത്. അതിന് വേണ്ടിയാണ് ഹിജ്റ പുറപ്പെടേണ്ടി വന്നത്. അപ്പൊ വീട് മാത്രമല്ല, ബന്ധങ്ങളെ മാത്രമല്ല, കുടുംബങ്ങളെ മാത്രമല്ല, എല്ലാത്തരം ബന്ധങ്ങളെയും വിച്ഛേദിക്കേണ്ടി വന്നു. അതിന് എന്താവും, എങ്ങനെയാവും എന്നൊന്നും അവരുടെ മുൻപിൽ ചോദ്യമില്ല. കാരണം അവര് പുറപ്പെടുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയ്ക്ക് വേണ്ടി. അത് റസൂലുള്ളയിൽ നിന്ന് കിട്ടിയ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെ പ്രസിദ്ധമായ ഒരു വചനം ബുഖാരിയിലും മുസ്ലിമിലും വന്നത്, നിങ്ങളിൽ ആരുടേതായിരുന്നാലും നിങ്ങളുടെ കർമ്മഫലം നിർണയിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ തീരുമാനത്തിനാണ്. അതുകൊണ്ട് മുഴുവൻ അമലുകളുടെയും ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. ആ നിയ്യത്തിന് ശേഷമേ ആ അമൽ വരുന്നുള്ളൂ, ആ പ്രവൃത്തി വരുന്നുള്ളൂ, ആ ഇബാദത്ത് ഉണ്ടാകുന്നുള്ളൂ. ഇബാദത്തിന് ശേഷമല്ല നിയ്യത്ത്. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തുകൾ കെട്ടുപെടുകയാണ്. ഇബാദത്തുകൾ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്ത് മാത്രം പരിഗണിച്ചിട്ടാണ്. അത് ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ അമലുകളുടെയും പൂർത്തീകരണവും പരിഗണനയും പ്രതിഫലത്തിന് നിർണയിക്കുന്നതും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് ഉണർത്തിയ വാചകമാണ്, ഇനി നിങ്ങളുടെ ഹിജ്റയുണ്ടല്ലോ, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയൻ യുസീബുഹാ. ദുനിയാവിന് വേണ്ടിയാണ് നിങ്ങളുടെ ത്യാഗം എങ്കിൽ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ പുറപ്പെട്ടത്, കഷ്ടത പേറുന്നത്, എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നത് ദുനിയാവിന് വേണ്ടിയാണ് നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് എങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ദുനിയാവ് കിട്ടും. ഔ ഇലംറഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ ഒരു വിവാഹമാണ്. ഒരിക്കലും പറിച്ചു മാറ്റാനോ പിഴുതു മാറ്റാനോ മായ്ച്ചു കളയാനോ കഴിയാത്തത്ര ദൃഢമായി മനസ്സുകളിൽ ഉറച്ച ഒരിഷ്ടത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ പ്രേമത്തിൻ്റെയോ ബന്ധമാകാം. അപ്പൊ അതിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും. അറബ് ലോകത്തെ മുഴുവൻ ആളുകളെയും ത്രസിപ്പിച്ചിരുന്നതൊരു കവിത ഇംറുൽ ഖൈസിൻ്റെത് ലൈലയാണ്. അതിൽ അവരുടെ സാമൂഹ്യ ജീവിതം മുഴുവൻ പ്രതിപാദിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഘട്ടം ഘട്ടമായ വളർച്ചയിൽ ആ കവിത സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹിജ്റ അതിനു വേണ്ടിയാണ് നിങ്ങൾ ഒരുങ്ങുന്നത്. ഓരോ ദിനരാത്രങ്ങളും നിങ്ങൾക്ക് ഇരുണ്ട് വെളുക്കുന്നത് എങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അത് ഈ വർഷം അവസാനിക്കുന്നിടത്ത്, അഥവാ ഹജ്ജാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷത്തിന്റെ അവസാനം, അവിടെ അള്ളാഹു 2 തരത്തിലുള്ള മനുഷ്യരുടെ അഭീഷ്ടതകളെ പ്രഖ്യാപിക്കുന്നു, താല്പര്യങ്ങൾ. വമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ. ജനങ്ങളിൽ ചിലര് അവരുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വച്ചിട്ടുള്ളതും സമയം അവര് വിനിയോഗിക്കുന്നത്, അവരുടെ കഠിന യത്നം, അവരുടെ ഇറങ്ങിപ്പുറപ്പെടൽ ദുനിയാവിലേക്ക് വേണ്ടിയാണ്. അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഫമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. അവർക്ക് ആഖിറത്തിൽ ഒരോഹരിയും ഇല്ല. കാരണം അവരുടെ പ്രയത്നം മുഴുവനും ഭൗതിക, അവരുടെ ജീവിതത്തിലെ ഭൗതിക ജീവിത സൗകര്യങ്ങൾ മാത്രമായിരുന്നു. അത് നഷ്ടപ്പെടരുത്, അത് വീണ്ടെടുക്കണം, അത് ഒരുമിച്ച് കൂട്ടണം, അത് ആസ്വദിക്കണം. അതിൽ അവരുടെ മനസ്സിനൊരു ശക്തി ഉണ്ടാവുകയും ചെയ്യണം. ഇതുണ്ടെങ്കിലേ ഉണ്ടാവൂ.
അപ്പൊ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. അത് ഹജ്ജായിരുന്നാലും റമളാനായിരുന്നാലും അങ്ങനെ എല്ലാത്തിലും എല്ലാ സമയത്തും. എന്നാൽ മിൻഹും മൻ യഖൂലു, എന്നാൽ മനുഷ്യരിൽ വേറൊരു വിഭാഗമുള്ളത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. മൂന്ന് കാര്യങ്ങളിൽ വിശ്വാസികളെ അള്ളാഹു എടുത്ത് ഉദ്ധരിച്ചു. അതിൽ വേറെ ചിലർ എന്താണെന്ന് ചോദിച്ചാൽ, ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഈ ജീവിതം നന്നായിരിക്കണം, അതിനെന്തെല്ലാം ചേരുവകളും ഘടകങ്ങളും ഉണ്ടോ അതെല്ലാം നന്നാകണം. കുടുംബം, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ, പേരക്കുട്ടികൾ, അയൽവാസികൾ, ഇതെല്ലാം നന്നായിരിക്കണം. അപ്പൊ ഇത്രയും നന്നായി കഴിഞ്ഞാൽ അതിനിടയിൽ ജീവിക്കുന്ന അവനെ സംബന്ധിച്ച് വളരെ സന്തോഷകരായിരിക്കും. അയൽവക്കം നോയ്സൻസ് ആണെന്ന് നിങ്ങളൊന്ന്